ശ്രുതിയുടെ പ്രണയം എന്താണ്? അയ്യോ, ഞാനിപ്പോൾ സിംഗിളാണ്. സിംഗിളാണ്. അല്ല, ഞാൻ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, അറിയില്ല. മിങ്കിൾ ആവാൻ ഇപ്പോൾ കറന്റ് താല്പര്യമില്ല, ചിലപ്പോൾ ഇനി മിങ്കിൾ ആവാതെ ഇരിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു പ്രണയ ബ്രേക്കപ്പ് തന്നെ വല്ലാണ്ട് ബ്രേക്കപ്പാണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഉറപ്പായിട്ടും. ഈ നമ്മൾ ഈ പ്രണയം ഇപ്പം ഞാൻ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചു, ഒരു ലവർ ഉണ്ടോ ബോയ് ഫ്രണ്ടോ എന്നതിനപ്പുറത്തേക്ക് ശ്രുതിയെ സംബന്ധിച്ച് ഒരു പ്രണയം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു വ്യവസ്ഥിതി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇപ്പോൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഉറപ്പ്, അത് ആരുടെ കാര്യത്തിലും പറയാൻ പറ്റില്ല. ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മുടെ ആരുടെയും കാര്യത്തിൽ പറയാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നും എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കര അഡിക്ഷൻ ആവുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അയാളെ ലോകം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഡിക്ഷൻ ആവുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അത്രത്തോളം പെട്ടെന്നൊന്നും അറ്റാച്ച്മെൻറ്റ് വരില്ല. വന്നാൽ തന്നെ എനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. എൻ്റെ സകല ഇമോഷൻസും കൺട്രോൾ ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരാൾക്കാർക്ക് എന്നെ പെട്ടെന്ന് കരയിപ്പിക്കാൻ പറ്റുക. എൻ്റെ ഇപ്പോൾ ഞാൻ ആര് എന്നെ ശ്രമിച്ചാലും ചിരിക്കുക ചിലപ്പോൾ ആ ഒരാൾക്ക് പറ്റും. അങ്ങനെ അത്രത്തോളം അഡിക്റ്റ് ആവുന്ന ഒരാളാണ്. അപ്പോൾ അത് പേടിയാണ് റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട്. കാരണം ഒത്തിരി ഡിപ്രഷനൊക്കെ കഴിഞ്ഞ് വന്നതാണ്, ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് തന്നെയാണോ ജീവിതത്തിൽ ഭയപ്പെടുത്തും? ഈ പറഞ്ഞ നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ, ചിലർക്ക് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതായിരിക്കാം ചിലരുടെ ഭയം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെടുന്നെങ്കിൽ പല ഭയങ്ങൾ നമുക്ക് മനുഷ്യനുണ്ടാവും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആളുകളെ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ലൈഫിൽ എനിക്ക് തോന്നുന്നു. നമ്മൾ ഇപ്പോൾ പണമായാലും എന്തെങ്കിലും തിങ്സ് ആണെങ്കിലും അതൊക്കെ നമുക്ക് പിന്നെയും, പക്ഷെ ആളുകളെ നഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിനാണ്. ഈ ഒരു ബന്ധങ്ങൾ ഹോൾഡ് ചെയ്യാൻ അത്രയും എനിക്ക് ബന്ധങ്ങൾ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. അപ്പം ഞാൻ ഇവരുടെ ഫോർ എക്സാമ്പിൾ എത്ര നെഗറ്റീവ് കേട്ടാലും ഞാൻ ചേർത്ത് പിടിക്കാൻ കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ചേർത്ത് നിർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പോയാൽ എനിക്ക് ഭയങ്കര പെയിനാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കരഞ്ഞിരിക്കുന്നതും ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ. ഫ്രണ്ട്ഷിപ്പിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ അല്ലാതെ എനിക്കൊരു കാര്യത്തിന് വാശി പിടിച്ചിട്ടോ അങ്ങനെ എനിക്ക് ഇന്നത് വേണം അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ കണ്ണീര് ഏറ്റവും കൂടുതൽ അമ്മയൊക്കെ കണ്ടിട്ടുണ്ടാവുക. സ്കൂളിലാണെങ്കിലും കൂട്ടുകാരികളോട് വഴക്കിട്ട് വരിക. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിലേ മുതൽ ഭയങ്കര സംഭവമാണ്. ജാസിക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് ലൈഫിൽ? എനിക്ക് ഇതുപോലെ തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ വിട്ടുപോവുക, അതാണ് എനിക്ക് മെയിൻ. നമ്മളെ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ നമ്മളെ വിട്ടുപോകുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. സഹിച്ചിട്ടുമില്ല ഞാൻ. അത് മാത്രമല്ല വിട്ടുകൊടുക്കൂല. ഞാൻ സ്നേഹിച്ച ആളെ വിട്ടുകൊടുക്കൂല. എനിക്ക് മെയിൻ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുപാട് സ്നേഹം തന്ന ആള് നാളെ നമ്മളെ ലൈഫിൽ ഇല്ല, അല്ലെങ്കിൽ അയാൾ നമ്മുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ആയി പോയി എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ നിമിഷം, അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് ഏത് തരത്തിലുള്ള സ്നേഹബന്ധങ്ങളും ആയിക്കോട്ടെ. ആഷിക്ക് എങ്ങനെയാണ്? ആഷിക്ക് അത് ഇഷ്ടം. സംസാരിക്കട്ടെ, കുറച്ച് രാശിയുടെ സംസാരം സംസാരിക്കുന്നതേ ഇല്ല, കുറച്ച് രാശിയുടെ സംസാരം കേട്ടെ. പറയൂ ആഷി. ജാസി പോണതിനെ കുറിച്ചുള്ള ഭയമൊന്നുമില്ല. ജാസി ബിഗ് ബോസിൽ പോവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആശയായിരിക്കും. ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടി. അങ്ങനല്ല, നമ്മളിങ്ങനെ കോമഡിക്കാരല്ല, ഫുൾ ചിൽ മൂഡാണ്. എനിക്ക് ടെൻഷൻ, ഞാൻ എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കണുണ്ടോ. ആഷി ബിഗ് ബോസിലേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ സമ്മതത്തോടെ വിടില്ലേ? അല്ല, ആഷിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം ഞാൻ ഫുഡ് ഉണ്ടാക്കാതെ വീട്ടിലിരിക്കുന്നത്. അങ്ങനല്ല, ഇവര് തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ സംഭവം ഭയങ്കരമായിട്ട് ഫൈറ്റ് ഒക്കെ കൂടുമെങ്കിലും ഇവൻ ഒന്ന് സങ്കടപ്പെട്ട് ഇവന്റെ മൈനസൊക്കെ ഒന്ന് വാടി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് സ്പോട്ടിൽ ആശി മെസ്സേജ് ചെയ്യടാ ജാസി ഓക്കെ അല്ലോട്ടോ, ഒന്ന് ഓക്കെ ആക്ക്, ഹാപ്പി ആക്ക്, കൂടി ഇരിക്ക്. അപ്പൊ ഞാൻ ആലോചിക്കും സംഭവം എത്ര വഴക്കിടും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തീറി പിടിച്ച് അടി കൂടിയാലും രണ്ടുപേരിലും ആരെങ്കിലും ഒന്ന് മനസ്സ് മാറിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ്. പിരിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല. ഈ സെയിം സെക്സ് കപ്പിൾസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് വരും പേഴ്സണലി. അപ്പം നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതിനൊരു സ്പേസ് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പം ഈ ഒരു സെയിം സെക്സ് കപ്പിൾ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ചാലഞ്ച്, എങ്ങനെയാണ് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ചാലഞ്ച് എന്താണ് ശരിക്കും? ഞങ്ങൾ നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർ പലതും പറയാറുണ്ട് അല്ലേ, പക്ഷെ നമ്മളതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഞങ്ങളെ ഒരു ട്രൂ ആയിട്ടുള്ള സ്നേഹബന്ധത്തിനാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ വേറെ ഉള്ളതിനൊന്നും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. ട്രൂ ആയിട്ടുള്ള സ്നേഹബന്ധം അത് എന്ന് നല്ല രീതിയിൽ പോകണം. പലതും പറയും, നിങ്ങൾ കോൽക്കളിയല്ല കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയാം അവരോട്, എല്ലാം ഞങ്ങൾ ഇന്നലെ ഒപ്പനയായിരുന്നു കളിച്ചത്, നാളെ ഞങ്ങൾ ദഫ്മുട്ട് അല്ലെങ്കിൽ അറബന മുട്ടൊക്കെ കളിക്കുന്നൊക്കെ പറയും. അവര് കാണുന്നത് സെക്ഷൽ, ഇവര് തമ്മിലുള്ള സെക്സ് എങ്ങനെയായിരിക്കും, ഇതാണ് ആളുകൾക്ക് അത് മാത്രം ഫോക്കസ് ചെയ്താണ് ഈ വെറുപ്പ് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫ് ആരും ഫോക്കസ് ചെയ്യുന്നത്, അത് എത്ര ബ്യൂട്ടിഫുൾ ആണ് അതാരും കാണുന്നില്ല.
ഇവർ നോക്കുമ്പോൾ രണ്ടാണുങ്ങൾ അവർ തമ്മിൽ എങ്ങനെ ആയിരിക്കും, ഇതാണ് ആളുകളുടെ, അത് അവരുടെ വൃത്തിയിട്ട മൈൻഡിൻ്റെ ഒരു ചിന്താഗതി. എനിക്ക് തോന്നുന്നു ഈ ഒരു സെയിം സെക്സ് കപ്പിൾസിൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ചിന്ത വരുന്നതും കമൻറ്റ് വരുന്നതും ആ ഒരു ഫോക്കസിൽ തന്നെയായിട്ടാണ് നമുക്ക് പലപ്പോഴും. പക്ഷേ നമുക്ക് ഇത് എന്ന് മാറും? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും? ഇതിപ്പോൾ ഓൾറെഡി എനിക്ക് എന്താണ് ലെസ്ബിയൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, കപ്പിൾസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലെസ്ബിയൻസ് കപ്പിളിനെ കുറച്ചും കൂടെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഗേ കപ്പിൾസിനെ അംഗീകരിക്കാൻ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സമൂഹത്ത് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവര് ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, ഇവർക്ക് ദൈവം ഇങ്ങനെ ഒരു പെണ്ണിനെയാണ് ഇണയായിട്ടുള്ളത്, അവർ ഒരു കുടുംബജീവിതം, ഒരു കുട്ടികൾ, അങ്ങനെ അങ്ങനെ നോക്കും. ലേഡീസുകളാകുമ്പോൾ എന്നറിയോ, ലെസ്ബിയൻസ് ആകുമ്പോൾ അവർ നല്ല രണ്ട് പെൺ സുഹൃത്തുക്കൾ, അതേപോലത്തെ ആൺസുഹൃത്തുക്കളും ആവാമല്ലോ, നല്ല ആൺസുഹൃത്തുക്കളായിട്ട് ഇരുന്നൂടെ. പലരും പലതും പറയും, കപ്പിൾസ് ആണെങ്കിൽ മറ്റേ കപ്പിൾസ് ആണോ നിങ്ങൾ കോൽക്കളി, അതിനൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വരുന്ന മെയിൻ കമന്റ് ആണിന്റെ വില കളയല്ലടാ, ആണിന്റെ വില കളയല്ലടാ, ആണിന് മാത്രമേ വിലയുള്ളൂ. അതായത് നമ്മുടെ ടിക്ടോക്കിൽ തന്നെ എത്രയോ ഗേൾസ് ഉണ്ടെന്നറിയോ, ബോയ്സിനെ പോലെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് മുണ്ടെടുത്തിട്ട് നടക്കുക, മുടിയൊക്കെ ബോബ് കട്ട് ചെയ്തിട്ട് ഷർട്ട് ഇട്ടിട്ട് ലേഡീസിൻ്റെതായ ശരീരാവയവങ്ങളൊക്കെ ടൈറ്റാക്കി വെച്ചിട്ട് പക്ക ഒരാണിനെ പോലെ മേക്ക് ഓവർ ചെയ്ത് നടക്കുന്ന എത്രയോ ഗേൾസ് ഉണ്ട് ടിക്ടോക്കിൽ. അവർക്കൊന്നും ഒരു ട്രോള് പോലും വന്നിട്ടില്ല. ജാസി ഒരാണായിട്ട് ഒരു ലേഡി പോലെ ആക്ട് ചെയ്യുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം. അപ്പോൾ മെയിൻ സംഭവം അതാണ്, ആണിന്റെ വില കളയല. അപ്പോൾ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അവരാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. പെണ്ണുങ്ങളുടെ കമന്റ് അല്ല ബാഡ് കമന്റ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ കമന്റ് ഞാൻ ഇടുന്ന കോസ്റ്റ്യൂംസ്, ജാസി എവിടുന്ന അത് വാങ്ങിച്ചത്, ഇത് ഈ കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നല്ലോ, അങ്ങനെയാ. ചില ആണുങ്ങൾ കമന്റ് ചെയ്യുന്നത് നിനക്ക് എന്താണ് ആണിന്റെ ഡ്രസ്സ് ഇട്ടൂടെ, ജിമ്മിന് പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കമന്റുകൾ വരാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇവരെ മൈൻഡൊക്കെ എന്നാണെന്നും മാറി. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മാറി വന്നിട്ടുണ്ട്. പുതുതലമുറകളിൽ അവർ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഈ LGBT കമ്മ്യൂണിറ്റിനെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പലരും ഇപ്പോഴും ആ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കമൻസ് ആണ്, കൗൺസിലിംഗ് ചെയ്താൽ ഇത് മാറും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കൗൺസിലിംഗ് ചെയ്താൽ മാറുന്നതല്ല, അല്ലെങ്കിൽ ഇതൊരു ഇമോഷണൽ ചേഞ്ച് ആണ്, ഹോർമോൺ ചേഞ്ച് ആണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറവാണ്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് പറയാറുണ്ട്, നിങ്ങൾ കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ശരിയാകും എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ശരിക്കും നമ്മൾക്ക് അതിന് നമ്മുടെ സമൂഹത്തെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സാധിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടില്ല നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും പല ആൾക്കാരും പറയുന്നത്, ഒരു ടൈമിൽ ഞാൻ പോലും ഉപദേശിച്ചിട്ടുണ്ട്, ജാസി നമുക്ക് കൗൺസിലിംഗ് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ കൗൺസിലിംഗ് ചെയ്താൽ നിന്നെ മാറുമെങ്കിലോ. നമ്മളിപ്പോൾ ലൈക്ക് ചാന്തുപൊട്ട് മൂവിയിൽ ദിലീപ് ലാസ്റ്റ് വന്നിട്ട് അതിൽ എന്താ പറയാ, ഗോപിക അല്ലേ, ഗോപിക എന്ന് പറഞ്ഞ നടിയാണ് ക്യാരക്ടറല്ലോ. പിന്നീട് അവർ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ നമുക്ക് അങ്ങനെയും കൂടി ട്രൈ ചെയ്ത്, ചിലപ്പോൾ നിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവും, നിനക്ക് പറ്റും, ചിലപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാറുന്നൊക്കെ ഒരു ടൈമിൽ ഞാൻ പോലും ഉപദേശിച്ചു. പക്ഷെ പിന്നീട് നമുക്ക് തന്നെ ഇവരോട് കൂടുതൽ അടുക്കുന്നവരും മനസ്സിലാവും അത് അതുകൊണ്ടൊന്നും മാറുന്നതല്ല, ജന്മനാ അവൻ്റെ ഹോർമോൺ അങ്ങനെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വന്നു തുടങ്ങി. ചില ആൾക്കാർ പറയും, നിനക്ക് ആണായിട്ട് ജീവിച്ചൂടെ, എന്താണ് നീ അഭിനയിക്കുന്നല്ലേ, അല്ലെങ്കിൽ നിനക്ക് ജിമ്മിന് പൊക്കൂടെ, പലരും പറഞ്ഞ അഭിനയിക്കുന്നതല്ലേ, അങ്ങനെയൊക്കെ. ഞാൻ പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു എത്ര കാലം അഭിനയിക്കാൻ വേണ്ടി പറ്റും? പലവരും ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ താഴത്തുള്ള കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് സെയിം കമൻറ്റുകൾ, ഈവൻ അവർ സ്ത്രീ ആയിട്ട് പോലും അവർക്ക് വരുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഇത് ജനങ്ങളോട് പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊരു അഭിനയമല്ല, നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു ഇതാണ്. നമുക്ക് ഇത് അഭിനയിച്ചിരിക്കാൻ നമുക്ക് ഒരുപാട് കാലം നമുക്കിത് അഭിനയിക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും നമ്മുടെ ഒരു സ്വത്വം എന്നുള്ള സംഭവം പുറത്തേക്ക് വരും. അതിപ്പോൾ ഒരു പെണ്ണിൽ കുടുങ്ങി കിടക്കുന്ന ആണാണെങ്കിലും ഒരു ആണിൽ കുടുങ്ങി കിടക്കുന്ന ഒരു പെണ്ണാണെങ്കിലും അത് എന്തെങ്കിലും ഒരു കാലത്ത് പുറത്ത് വരും. നമ്മൾ കുറേ കൗൺസിലിംഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് അവർ ഒരു പെണ്ണായിട്ട് അവരെ കൊണ്ട് വേറൊരു പെണ്ണിനോട് വിവാഹം ചെയ്തിട്ടോ ഒന്നും. ഈവൻ ഞാൻ കല്യാണം കഴിച്ച വ്യക്തിയായിരുന്നു, അട്ടർ ഫ്ലോപ്പായിരുന്നു. കാരണം എനിക്ക് ഒരിക്കലും സ്ത്രീകളോട് ഒരു എന്താ പറയുക ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ലൈഫ് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ നമ്മൾ അഭിനയിക്കുന്നത് കൊണ്ടല്ലല്ലോ നമുക്ക് അങ്ങനെ വരുന്നത്. നമ്മുടെ ലൈഫ് നമ്മൾ എന്താണെന്നത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്കത് ഓക്കെ അല്ലാതെ ആയിപ്പോയത്. എനിക്ക് പലരോടും പറയാനുള്ള കാര്യം അതാണ്, ഒരു അഭിനയ ജീവിതം അല്ലെങ്കിൽ ഇത് ഒന്നുമല്ല, ഇത് അവരുടെ സ്വത്തം അവർ തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതാണ്. ഇപ്പോൾ